സൈലം ലേണിംഗ് മക്കളെ ആർദ്ര മിസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ടോപ്പേഴ്സ് ഒക്കെ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യുന്നത്, അതും SST അല്ലെ, ബാക്കി സബ്ജക്ട് പോലെയല്ല SST എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ സയൻസിലെ ആൻസർ റൈറ്റിംഗ് സ്റ്റൈൽസ് അല്ലെ, ടോപ്പേഴ്സിന്റെ ആൻസർ റൈറ്റിംഗ് സ്റ്റൈൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ആൻസർ ഷീറ്റിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് എത്താമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിക്കോ. യെസ്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക അല്ലെ, സ്ഥിരവുമായിട്ട് അത് വായിച്ചു നോക്കുക. ആൻഡ് ആ ക്വസ്റ്റ്യന് എന്താണ് ആൻസർ ചെയ്യേണ്ടത്, ഓക്കെ, എന്താണ് ആൻസർ ചെയ്യേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നന്നായിട്ട് മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്രിക്കി ആയിട്ടുള്ള ട്വിസ്റ്റ് ചെയ്തിട്ട് അല്ലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. സോ നമ്മൾ ക്വസ്റ്റ്യന്റെ ആ ഒരു പാറ്റേൺ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം ഡിസ്ക്രൈബ് എന്ന് കാണാം. ഓക്കെ, ഡിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്താൽ മതിയായിരിക്കും. ചിലത് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിരിക്കും, ചിലത് അനലൈസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനലൈസ് ആയിരിക്കും, എസ്പെഷ്യലി സോഷ്യൽ സയൻസ്. ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാനുണ്ടാവും. ഓക്കെ, രണ്ട് ഐഡിയ അല്ലെങ്കിൽ രണ്ട് കോൺസെപ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ആയിരിക്കും എഴുതാനുണ്ടാവുക. അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചില്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അതിന് ആൻസർ ചെയ്യാനുള്ള ഒരു പ്ലാന് നിങ്ങൾ എന്ത് ചെയ്യാം, മൈൻഡിൽ സെറ്റ് ചെയ്യുക, ഒരു സ്ട്രാറ്റജി മൈൻഡിൽ സെറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ പ്ലാൻ ചെയ്ത് വെച്ച സാധനം അല്ലെ, നിങ്ങൾ മൈൻഡിൽ ആൻസർ എന്ത് ചെയ്തു, സെറ്റ് ആക്കി വെച്ചു, നിന്ന് കാര്യങ്ങൾ എഴുതാൻ സെറ്റ് ആക്കി വെച്ചു. ഇതിന് നമ്മൾ അടിപൊളിയായിട്ട് ആൻസർ ഷീറ്റിൽ പ്രസന്റ് ചെയ്യണം. അപ്പൊ ടോപ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇതിന് ആൻസർ ഷീറ്റിൽ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യുന്നത് നോക്കോ. യെസ്, ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഓക്കെ, യെസ്, ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് 1 മാർക്കിന് MCQ നമുക്കൊന്നും ചെയ്യാനില്ല, ആ ഒരു അല്ലെ ഓപ്ഷൻസിൽ MCQ ആണ്. യെസ്, ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ കൃത്യമായിട്ട് നമുക്ക് എടുത്തെഴുതിയാൽ മതി. ബട്ട് ഒരു 2 മാർക്കിന്റെ ഒക്കെ ഒരു വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്, കൃത്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ 2 പോയിന്റിൽ അല്ലെ, 2 സെന്റൻസിൽ അല്ലെങ്കിൽ 2 പോയിന്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആൻസർ അല്ലെ എഴുതാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ്, ഫ്രഞ്ച് റെവല്യൂഷനെ ഡിഫൈൻ ചെയ്യാനായിരിക്കാം അല്ലെ, ഫ്രഞ്ച് റെവല്യൂഷനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 2 പോയിന്റ്സിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കോർ ആയിട്ടുള്ള അല്ലെ ആൻസറിൽ എന്താണ് വേണ്ടത്, എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, ആ ഒരു 2 കാര്യങ്ങൾ അല്ലെ 2 പോയിന്റ്സ് ആക്കിയിട്ട്, അല്ലെങ്കിൽ 2 or 3 കൂടിപ്പോയാലും മാക്സിമം ഒരു 3 സെന്റൻസ് അല്ലെങ്കിൽ 3 പോയിന്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. ഇനി അടുത്തത് ലോങ് ക്വസ്റ്റ്യൻസ്. ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഒരു സേ ടൈപ്പ് പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെ 3 to 5 മാർക്കിന് നമുക്ക് ചോദിക്കാം. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ 3 മാർക്സ് ആണെങ്കിലും 5 മാർക്സ് ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്ന പാരഗ്രാഫിലൊക്കെ എഴുതാമെന്ന് പറയുന്നുണ്ട്. ബട്ട് പോയിന്റ്സ് ആണ് നിങ്ങൾ കുറച്ചുകൂടെ എഴുതുന്നത് നല്ലതായിരിക്കും. കാരണം അത് കാണുമ്പോഴത്തേക്ക് അല്ലെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ടീച്ചർ എന്ത് ചെയ്യാം അല്ലെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും അല്ലെ, എഴുതുന്ന കാര്യങ്ങൾ വൃത്തിയിൽ ക്ലിയർ ആയിട്ട് നീറ്റ് ആയിട്ട് അവിടെ കാണാം, പോയിന്റ്സ് ആയിട്ട് കാണുമ്പോഴത്തേക്ക്. ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, ആ ആൻസർ ഇലാബറേറ്റ് ചെയ്ത് ഓരോ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം. ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്നത് അതിന്റെ ബോഡി ആയിരിക്കും, മെയിൻ കോണ്ടന്റ് ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കോണ്ടന്റ് ആയിരിക്കും. അതൊരു 3 പോയിന്റ്സ് ആക്കി എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു 5 പോയിന്റ്സോളം ആക്കി 3 to 5 പോയിന്റ്സോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, യെസ്, ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്നത്, ആദ്യത്തിൽ എന്താണ് ഡെമോക്രസി നിങ്ങൾ എഴുതും, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സിൽ നിങ്ങൾ എന്താ എഴുതുക, ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെ, ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് നിങ്ങൾ അടുത്ത പോയിന്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യും, പോയിന്റ്സ് ആയിട്ടല്ലേ അതിനെ തൊട്ട് താഴെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് വൈസ് ആയിട്ട്, ബുള്ളറ്റ്സ് ആയിട്ട് കൃത്യമായിട്ട് ആ കോണ്ടന്റ് എന്ത് ചെയ്യുക, കോർ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ടോപ്പേഴ്സ് ചെയ്യുന്ന മെയിൻ കാര്യമാണ് മാപ്സ്. ഒക്കെ അല്ലെ, എല്ലാവരും മാപ്സ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് മാപ്സ് ആയിക്കോട്ടെ, ഡയഗ്രാം ആയിക്കോട്ടെ, ഫ്ലോച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, മാപ്സ് മിക്കവാറും ലാസ്റ്റ് ആയിരിക്കും വരെ അല്ലെ. യെസ്, മാപ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് സോഷ്യൽ സയൻസിൽ നമ്മൾ കുറച്ചുകൂടെ മാപ്സിനെ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, PYQs. യെസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ചാപ്റ്ററിന് മുന്നേ ചോദിച്ചിട്ടുള്ള അല്ലെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാപ്പ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് പഠിക്കാം. അതിന്റെ ആൻസർ പഠിച്ചാൽ മാത്രം പോരാ, അത് ഇവിടെ ഇന്ത്യയിലാണെങ്കിലും വേൾഡ് മാപ്പ് ആണെങ്കിലും ഇവിടെ ലൊക്കേറ്റ് ചെയ്യണം നമുക്ക് അറിയണം അല്ലെ. യെസ്, നമ്മൾ എവിടെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. സോ അതിന്റെ ആൻസർ മാത്രം പഠിച്ചാൽ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ്, നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ബൈഹാർട്ട് ചെയ്യും, ആൻസറും ബൈഹാർട്ട് ചെയ്യും. ബട്ട് ഇതിവിടെ ഈ ഒരു സ്ഥലത്തിന്റെ പേര് അറിയാൻ പറ്റാത്ത ഇവിടെ ലൊക്കേറ്റ് ചെയ്യണം എന്നറിയില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം മാപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഫ്ലോ ചാർട്ട്സ് ആയിക്കോട്ടെ, ഇതൊക്കെ അങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്തത്
highlighting key points. നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ പഠിച്ച കാര്യം നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, യെസ്, പ്രസന്റ് ചെയ്യണം അല്ലെ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കീ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഹൈലൈറ്റ് ചെയ്യുക എങ്ങനെയാണ്, യെസ്, നമ്മൾ വാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാള് ഒരു ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, യെസ്, കീവേഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഡേറ്റ്സ് ആയിരിക്കാം അല്ലെ, യെസ്, ഡേറ്റ്സ് ആയിരിക്കാം, യെസ്, അല്ലെങ്കിൽ ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിന്റെ അല്ലെ, യെസ്, ഒരു പ്ലേസിന്റെ പേരായിരിക്കാം, യെസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് അല്ലെങ്കിൽ അല്ലെ കീ വേർഡ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. ഇത് കാണുമ്പോഴത്തേക്കിന് യെസ്, നല്ല രീതിയിൽ ആൻസർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തൊരു ടെക്നിക്ക്, ടൈം മാനേജ് ചെയ്യുക. അതായത് നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് സമയം തികയുന്നില്ല. എസ്പെഷ്യലി സോഷ്യൽ സയൻസിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ടൈം എന്ത് ചെയ്യുന്നില്ല, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, ഇനഫ് ടൈം കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും എല്ലാവരും അല്ലെ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അല്ലെ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇത്രയും സമയം എടുക്കും, ഓക്കെ, ഇത്രയും സമയം കൊണ്ട് ഞാൻ ഒരു 3 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്സിന്റെ യെസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തീർക്കും. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ലോങ് ആൻസറിലേക്ക് പോകും. അല്ലെങ്കിൽ ലോങ് ആൻസർ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ചില ആൾക്കാർക്ക് യെസ് എന്താണ് ആദ്യം അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതാനായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കാം ഷോർട്ട് ആൻസറിലേക്ക് പോവുക. ചില ആൾക്കാർ ആദ്യം MCQ തുടങ്ങും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ്, യെസ്, നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ആ ടൈമിലല്ലേ തന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ആൻസർ ഷീറ്റ് പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, വെൽ പ്ലാൻഡ് ആയിട്ട് ആദ്യമേ നിങ്ങളെ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെക്കണം. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി തന്നെ വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യെസ് മെയിൻ ആയിട്ട് നമ്മൾ ടോപ്പ് സ്കോർ ഒക്കെ ചെയ്യുന്നത് അല്ലെ, ടോപ്പ് സ്കോർസ് ഒക്കെ കിട്ടുന്ന ആൾക്കാർ ചെയ്യുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% ഷുവർ ആണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഈ ഒരു വേയിൽ നിങ്ങൾ ആൻസർ അല്ലെ, ഒരു ആൻസർ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് തരാൻ തന്നെ ടീച്ചേഴ്സിന് തോന്നും. സോ അപ്പൊ മക്കളെ ഇതെല്ലാവരും ഫോളോ ചെയ്ത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആൻസേഴ്സ് എഴുതി തന്നെ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നന്നായിട്ട് അടിപൊളിയായിട്ട് എക്സാംസ് ഒക്കെ വരാൻ പോവുകയാണല്ലേ. അടിപൊളിയായിട്ട് എക്സാംസ് ഒക്കെ എഴുതാൻ, സോഷ്യലിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യുക, സോഷ്യലിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്സ് സ്കോർ ചെയ്യുക. സോ എല്ലാരെയും അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാച്ചാ ബൈ.